അസമിലെ മലനിരകളിൽ കട്ടിയുള്ള മൂടൽമഞ്ഞ് പുതച്ചു കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമം. പേര് ജതിങ്ക. പുറമെ കാണുമ്പോൾ അതീവ ശാന്തമായ ഒരു മലയോര ഗ്രാമം. എന്നാൽ ഓരോ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ നിലാവില്ലാത്ത കറുത്ത രാത്രികളിൽ ഇവിടെ സംഭവിക്കുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഭയാനകമായ ഒന്ന്. ആകാശത്തു നിന്നും പറന്നുവരുന്ന നൂറുകണക്കിന് പക്ഷികൾ നേരെ തറയിലേക്ക് കൂട്ടിയിടിച്ച് വീണ് മരിക്കുന്നു. ശാസ്ത്രത്തിനു പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു നിഗൂഢത. ജതിങ്കയുടെ മരണത്തിന്റെ താഴ്വരയിലേക്ക് സ്വാഗതം. ജതിങ്ക എന്ന വാക്കിന് അസമീസിൽ അർത്ഥം പ്രളയത്തിന്റെ സ്ഥലം എന്നാണ്. പക്ഷികൾക്കും മനുഷ്യർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു നാട്. പക്ഷേ ഈ മരണക്കളി തുടങ്ങുന്നതോടെ ഗ്രാമം നിശബ്ദമാകും. രാത്രി 7 മണിക്കും 10-നുമിടയിലാണ് ഈ വിചിത്രമായ പ്രതിഭാസം നടക്കുന്നത്. മൂടൽമഞ്ഞ് നിറഞ്ഞ കാറ്റുള്ള രാത്രികളിൽ പക്ഷികൾ കൂട്ടമായി വരുന്നു. പക്ഷേ അവ സാധാരണഗതിയിലല്ല പറക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മനുഷ്യർ കത്തിക്കുന്ന വെളിച്ചങ്ങളിലേക്ക് അവ ആകർഷിക്കപ്പെടുന്നു. ആ വെളിച്ചത്തിനു നേരെ അവ അസാധാരണമായ വേഗതയിൽ വന്ന് കൂട്ടിയിടിക്കുന്നു. പ്രധാനമായും ദേശാടന പക്ഷികളാണ് ഇവിടെ വന്ന് വീഴുന്നത്. നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത് പക്ഷികളുടെ ആത്മഹത്യ എന്നാണ്. എന്നാൽ ഇത് ആത്മഹത്യയാണോ, അതോ മറ്റെന്തെങ്കിലും അദൃശ്യമായ ശക്തികൾ അവയെ ഈ മരണത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതാണോ? വർഷങ്ങളായി ശാസ്ത്രജ്ഞരും പക്ഷി നിരീക്ഷകരും ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ജതിങ്കയിലെത്തുന്നുണ്ട്. അവരുടെ പഠനത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമതായി, ജതിങ്കയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ചുറ്റും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ താഴ്വരയിൽ മൂടൽമഞ്ഞുള്ള രാത്രികളിൽ വലിയ കാറ്റ് വീശുന്നു. ഈ കാറ്റ് പക്ഷികളുടെ പറക്കലിനെ താളം തെറ്റിക്കുന്നു. അതിനിടയിൽ വെളിച്ചം കാണുമ്പോൾ അവ വഴിതെറ്റി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തിനാണ് അവ ഇത്ര തീവ്രമായി വെളിച്ചത്തിലേക്ക് വന്ന് ഇടിക്കുന്നത് എന്നതിപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. മറ്റൊരു നിഗൂഢമായ കാര്യം, ഇവിടുത്തെ പക്ഷികൾ മിക്കതും പകൽ സഞ്ചരിക്കുന്നവയാണ്. രാത്രിയിൽ സഞ്ചരിക്കാത്ത പക്ഷികൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു കെണിയിൽപ്പെടുന്നത്? ഈ സംഭവത്തിന് പിന്നിൽ അമാനുഷികമായ എന്തെങ്കിലും ഉണ്ടെന്ന് നാട്ടുകാർ പണ്ടേ വിശ്വസിക്കുന്നു. പണ്ട് ഈ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ വിശ്വാസപ്രകാരം ഈ താഴ്വരയിൽ അദൃശ്യരായ ആത്മാക്കളുണ്ട്. അവർ പക്ഷികളെ തങ്ങൾക്ക് വേണ്ടി പിടികൂടി ബലി നൽകുന്നു എന്നാണ് വിശ്വാസം. ഈ പക്ഷികൾ അവർക്ക് ലഭിക്കുന്ന സമ്മാനമാണെന്ന് ഗ്രാമവാസികൾ കരുതുന്നു. ചിലർ പറയുന്നത് ഇത് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ കാരണം പക്ഷികൾക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നതാണ് എന്നാണ്. വോയിസ് ഓവർ. എന്നാൽ ശാസ്ത്രം ഇതിന് നൽകുന്ന മറുപടിയും പൂർണ്ണമല്ല. കാരണം ഈ പക്ഷികൾ അന്ധരാണോ? അല്ല, അവയ്ക്ക് കാഴ്ചയുണ്ട്. പിന്നെ എന്തിനാണ് അവ മരണത്തിലേക്ക് നേരിട്ട് വന്നു വീഴുന്നത്? ഈ ചോദ്യത്തിനു മുന്നിൽ ആധുനിക ശാസ്ത്രം പോലും നിശബ്ദമാകുന്നു. ജതിങ്ക ഒരു കൊലപാതകിയാണോ, അതോ പ്രകൃതിയുടെ നിഗൂഢമായ ഒരു നിയമമാണോ അവിടെ നടക്കുന്നത്? ഒരുപക്ഷെ ഉത്തരം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാകാം ജതിങ്ക ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ പസിലുകളിലൊന്നായി തുടരുന്നത്. നിങ്ങൾ എന്ത് കരുതുന്നു? ഇതൊരു പ്രകൃതി ദുരന്തമാണോ, അതോ മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും നിഗൂഢ